വയനാട്ടിലെ CPM നേതാവും കർഷക സംഘം ജില്ലാ പ്രസിഡന്റുമായ AV ജയനെ തരം താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ പ്രതിഷേധം. കേണച്ചിറയിലെ പൂതാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഏരിയ കമ്മിറ്റി നേതൃത്വം താഴിട്ട് പൂട്ടി. ലോക്കൽ കമ്മിറ്റിയെ അറിയിക്കാതെയാണ് ഏരിയ നേതൃത്വത്തിന്റെ നടപടി. ജയനെ പാർട്ടിയിൽ തരം താഴ്ത്തിയതിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഏരിയ നേതൃത്വത്തിന്റെ നടപടി. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനുമായി. ഫൈസൽ, ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി തമ്മിലുള്ള ഒരു വിഭാഗീയതയാണോ വയനാട്ടിൽ കാണാൻ കഴിയുന്നത്? എന്താണ് ഈ സംഭവത്തിന് ആസ്പദമായ കാരണം? അജി, വയനാട് ജില്ലയിലെ CPM-നകത്തെ വിഭാഗീയത മറനീക്കി പുറത്തുവരികയാണ്. ഈ കർഷക സംഘം ജില്ലാ പ്രസിഡന്റായിരുന്ന AV ജയനെ പുൽപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക തിരിമറി നടത്തി എന്നുള്ള ഒരു ആരോപണമാണ് AV വിജയനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടി ഓഫീസ്, അതായത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി പിരിച്ച പൈസ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി കൈമാറി എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഒരു AV വിജയനെതിരെ ജില്ലാ കമ്മിറ്റി തിരിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഈ ബന്ധപ്പെട്ട ഈ ഒരു പ്രശ്നമാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ലോക്കൽ കമ്മിറ്റി അംഗത്തിലേക്ക് തരം താഴ്ത്തുന്ന നടപടിയിലേക്ക് ജില്ലാ കമ്മിറ്റി കടന്നത്. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ CPM-ലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും വലിയ പ്രതിഷേധമായി നിലനിന്നത്. ഇതേ തുടർന്നാണ് ഏരിയ കമ്മിറ്റി അംഗം പലതരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചിരുന്നെങ്കിലും AV വിജയൻ അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ലോക്കൽ കമ്മിറ്റി, അതായത് ഏരിയ കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുകയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഈ ഓഫീസ് തുറന്നു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഏരിയ കമ്മിറ്റി അംഗം മറ്റൊരു താഴിട്ട് ഈ ഓഫീസ് പൂട്ടുന്ന ഒരു നടപടിയിലേക്ക് കടന്നു. ഇതും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗം പിന്നീട് വന്ന് ഈ ഓഫീസ് തുറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വാർത്തകളുടെ വിവരം നൽകിയത്.